നമസ്കാരം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കുംഫു മഞ്ചൂരിയൻ സ്റ്റൈലാണ്. മഞ്ചൂരിയൻ സ്റ്റൈൽ എറണാകുളം ജില്ലയിൽ കുറവാണ്. മഞ്ചൂരിയൻ കുംഫുവിൽ ഞാൻ ചെയ്യുന്ന മൂവ്മെൻറ്റ് 4 മൂവ്മെൻറ്റ് ഉണ്ട്. എപ്പോഴും 4 മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പുകൾ 4 സ്റ്റെപ്പുകളുണ്ട്. കുംഫു, മാപ്പു, പാമാപ്പു, സിപ്പ്. കുംഫു, മാപ്പു സ്റ്റാൻസിൽ ഇരുന്ന് പഞ്ചടിക്കുമ്പോൾ ബോഡിക്ക് ഇത്തിരി ടഫായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ടഫായിട്ട് നമ്മൾ പഠിച്ചാലാണ് നമുക്ക് ഗുണങ്ങളുണ്ടാവുള്ളൂ. എല്ലാ മാർഷൽ ആർട്ടിലും ആ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇതിൽ കുംഫു, മാപ്പു എന്നാണ് ഈ സ്റ്റാൻസിന് അറിയപ്പെടുന്നത്. അതായത് മാക്സിമം നമ്മൾ ഒരുപാട് ഇങ്ങനെ അകത്തി വെക്കരുത്. ഒരുപാട് അകത്തി വെക്കുമ്പോൾ നമുക്ക് ആ സിറ്റിങ് കിട്ടില്ല. നമുക്ക് സിറ്റ് കിട്ടണ രീതി ഓരോരുത്തരുടെ ഹൈറ്റും ലെങ്ത്ത് അതനുസരിച്ച് ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഇരുന്ന ആ ചെയ്യുന്ന രീതി കറക്റ്റായിരിക്കണം. അതായത് കാലുകൾ ഒരിക്കലും ഇങ്ങനെയൊന്നും നിൽക്കരുത്. ഒരു കാലം ഇങ്ങനെയും ഒരു കാലം ഇങ്ങനെയും ഇരുന്ന് അടിക്കരുത്. അതായത് നമ്മളുടെ ജോയിൻറ്റിന് പെയിൻ വരാൻ സാധ്യതയുണ്ടോ. അത് നേരെ നിന്ന് കഴിഞ്ഞാൽ മുട്ടിന് നേരെ മുട്ടിൻ്റെ അതായത് തള്ളവരലിൻ്റെ നേരെ മുട്ട് തൂക്കി നിർത്തി ജസ്റ്റ് ഒന്നും കൂടി താഴ്ന്നിട്ട് നമ്മൾ ബാക്ക് സിറ്റിങ് നൽകാം. ചിലപ്പോൾ ഹാഫിൽ ഇത്തരം നിന്നടിക്കുമ്പോൾ നമുക്ക് അതിന് എനർജി ബോഡിയിൽ നിന്നറിയില്ല. എനർജി അറിയണമെങ്കിൽ നമ്മൾ ഇത്ര സെറ്റായിട്ടിരിക്കണം. അതായത് നമ്മൾ ഒരു 20 കൗണ്ട് ഇങ്ങനെ ഒരു 15 വരെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ബോഡി. അതായത് ആ വൈബ്രേറ്റ് ചെയ്യാതെ ആ വൈബ്രേറ്റിൽ നിന്ന് മാറി നമ്മൾ ഈ പഞ്ചിലോട്ട് ചെല്ലണം. എങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു അമാനുഷിക എനർജി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അതായത് പഞ്ചടിക്കുമ്പോൾ പഞ്ചിൽ 100 പഞ്ചാ 50 പഞ്ചാ 20 10 നമുക്ക് അടിക്കാൻ പറ്റും. അപൂർവങ്ങളിൽ നമുക്ക് കൂട്ടി അടിച്ചാലാണ് അപൂർവമായിട്ട് നമ്മൾ എപ്പോഴും കൂട്ടി കൊണ്ടുവരാൻ പഠിക്കണം പഞ്ച്. അതായത് 1 2 3 ഇങ്ങനെ വെറുതെ ചെയ്യരുത്. അതായത് പഞ്ച് ചെയ്യുമ്പോൾ ബോഡി ഇങ്ങനെ വലിഞ്ഞിരിക്കണം. സ്ട്രെച്ച് ചെയ്ത് വേണം പഞ്ചടിക്കാൻ. കണ്ടോ, സ്ട്രെച്ചാണ്. ബോഡി സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു അമ്പ് വലിച്ചു വിട്ടാൽ അതങ്ങോട്ട് പോയി കയറും. അതേപോലെ പഞ്ച് ചെയ്യുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് പഞ്ച് ചെയ്യണം. ഇത് മാപ്പു സ്റ്റാൻസാണ് മഞ്ചൂരിയൻ സ്റ്റൈൽ. ബേസിക് പഞ്ചിൻ്റെ ബേസിക്കാണ്. സ്ട്രൈറ്റ് അടിക്കുന്നതും ബെൻഡിട്ട് അടിച്ചാലും ഈ കോമ്പിൾ ലെവലിലാണ് നെഞ്ചിൻ്റെ നേരെയാണ് ആ പഞ്ച് നിൽക്കുന്നത്. ഓക്കെ.